ഇതിലെ ചാപ്റ്റർ 9 ക്രിയേറ്റിംഗ് എ വെബ് പേജ് എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വെബ് പേജ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഗെയിമോ ഒക്കെ നെറ്റിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെബ് പേജ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദിസ് പേജ് ഇൻക്ലൂഡ്സ് ഇമേജസ്, ടെക്സ്റ്റ് ബട്ടൺസ്, ആനിമേഷൻസ് ആൻഡ് മോർ. A web page is a digital page that can be viewed on the screen of a computer, phone or tablet. നമുക്ക് ഫോണ്, ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് വെബ് പേജ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് അതിനൊരു അഡ്രസ്സ് ഉണ്ട്. ആ ഒരു അഡ്രസ്സിന് നമ്മൾ പറയുന്നത് URL എന്നാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഒരു URL ഉണ്ടാവുക. അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 മെയിൻ പാർട്സിൽ ആദ്യം കൊടുത്തിരിക്കുന്ന HTTPS എന്നാണ്. അപ്പോൾ HTTPS എന്ന് പറഞ്ഞാൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ഹൗ ടു ആക്സസ് ദ വെബ് പേജ് എന്ന് പറഞ്ഞു. അതേപോലെ www എന്ന് കൊടുത്തത് ദിസ് റിഫേഴ്സ് ടു എ പാർട്ട് ഓഫ് ദ സെർവർ. അതേപോലെ ഇതാണ് അതിൻ്റെ നെയിം അല്ലെങ്കിൽ ഡൊമൈൻ വരിക, അതിൻ്റെ പേജിൻ്റെ ഡൊമൈൻ വരുന്നു. പിന്നെ IN എന്നുള്ളത് ഏത് കൺട്രിയാന്നുള്ളതാണ് അവിടെ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു URL കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിനെയാണ് നമ്മൾ URL എന്ന് പറഞ്ഞത്. ആ URLനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പേജിലേക്ക് എത്തുക. അപ്പം ഈ ഒരു നെറ്റിൽ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഉണ്ട്. അതിനെ നമ്മൾ പറയാം വെബ് ബ്രൗസേഴ്സ് എന്നാണ്. വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് ടു ഡിസ്പ്ലേ ദ കോണ്ടന്റ് ഓഫ് വെബ് പേജസ് ഓൺ എ കമ്പ്യൂട്ടർ. മോസില ഫയർഫോക്സ്, ക്രോമിയം, ഗൂഗിൾ ക്രോം, സഫാരി ആൻഡ് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആർ സം എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജ് തയ്യാറാക്കുക, അതിൻ്റെ കോഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വെബ് പേജ് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സിലുണ്ട്. ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നു, സ്കൂൾ റിസോഴ്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് ക്ലാസ് 9 വെബ് പേജ് എന്നുള്ളതിൽ ഇവിടെ school.html എന്നുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരു വെബ് പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെയായിട്ട് ഇതാണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്ന പാർട്ട്. അവിടെ തന്നത് ആ സ്കൂളിൻ്റെ നെയിം ഗവൺമെൻറ് HSS തിരുവനന്തപുരം തന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പിലായിട്ട് ഇവിടെയാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്ന പാർട്ട് ഇതായിരിക്കും വരിക. ഇവിടെ ഹെഡിങ് മാത്രമാണ്. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞ പാർട്ടിൽ ആദ്യം ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്, സബ് ഹെഡിങ്സും കാണാം. ഹെഡിങ്ങിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തൊട്ട് താഴെയായിട്ട് പേജസ്, ഇപ്പം നമ്മൾ പിന്നെ ഹോം, എബൌട്ട് അസ് അങ്ങനെ ഓരോ പേജസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ടേബിള്, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക? നമ്മൾ HTML കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തന്നെ സോഴ്സ് കോഡ് കാണാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ബ്ലാങ്ക് സ്ഥലത്തൊന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് കാണാം വ്യൂ പേജ് സോഴ്സ് എന്ന് കാണാം. ഈ വ്യൂ പേജ് സോഴ്സ് എടുത്താൽ ഇതിൻ്റെ HTML കോഡ് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഒരു HTML സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ HTML കമാൻഡ് കൊടുക്കണം. HTML എന്ന് കൊടുത്തു. ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ്സ് എന്നാണ് കൊടുക്കുക. അതിനുള്ളിലാണ് നമ്മൾ HTMLൻ്റെ കമാൻഡ് കൊടുക്കുക. അതിൻ്റെ ഫോണ്ടും വിഡ്ത്തും അലൈൻമെൻറ്റും ഒക്കെ നമ്മൾ ഈ ഒരു ടാഗിനുള്ളിലാണ് കൊടുക്കുന്നത്. അപ്പം ഓപ്പൺ ചെയ്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം ഹെഡിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ /head എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ടൈറ്റിലിനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് /title എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലൊരു വെബ് പേജ് ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ അവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ടാഗ്സ് യൂസ് ടു ക്രിയേറ്റ് ദ സ്കൂൾ വെബ് പേജ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ടാഗ് കൊടുക്കുന്നത് ഇങ്ങനെ ബ്രാക്കറ്റ്സിനുള്ളിലാന്ന് പറഞ്ഞു. ഈ ബ്രാക്കറ്റ്സിനെ നമ്മൾ പറയാം ആംഗിൾ ബ്രാക്കറ്റ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ HTML ഓപ്പൺ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിങ്ങനെ ടാഗിനുള്ളിൽ HTML കൊടുക്കണം. അവസാനം ഈ ഒരു കോഡ് തീരുന്ന സമയത്ത് നമ്മൾ /HTML കൊടുത്താലാണ് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും തന്നിട്ടുണ്ട്. ഹെഡിൻ്റെ ഓപ്പണിംഗ് ടാഗ് ഇങ്ങനെയാണ്, ക്ലോസ് ചെയ്യുന്നത് /head ആണ്, ടൈറ്റിൽ /title, ബോഡി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ /body. ഇവിടെ H1 എന്ന് കൊടുത്താലാണ് /H1 എന്നുള്ളത് കൊടുക്കുക. പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇവിടെ /p എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു HTML ടാഗ് യൂസ് ചെയ്തിട്ട് ചെറിയ ബേസിക് ആയിട്ടുള്ള ഒരു HTML വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് HTML 2 പാർട്ടാണ്. ഒന്ന് ഹെഡ് എന്ന് പറയുന്ന പാർട്ട്, അതേപോലെ തന്നെ ബോഡി എന്ന് പറയുന്ന പാർട്ട്. ഹെഡ് എന്ന് പറയുന്നതിലാണ് ടൈറ്റിൽ വരുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത് ടൈറ്റിൽ ബാറിൽ അതിൻ്റെ നെയിം വരുന്നത്. ബോഡി എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്താണ് കോണ്ടന്റ് ഉണ്ടാവുന്നത്, ബോഡിയിലാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ഒരു HTML ഫയൽ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു HTML ഫയൽ നമുക്ക് ചെയ്തു നോക്കാനായിട്ട്
ആപ്ലിക്കേഷൻസിൽ ടെക്സ്റ്റ് എഡിറ്റർ, ഇവിടെ അത് കാണാം ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളത്. ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്ന ഈ കോഡുകൾ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇത് ടൈപ്പ് ചെയ്യുക. ആദ്യം തന്നെ ഒരു HTML പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാഗിനുള്ളിൽ HTML കൊടുക്കുന്നു. ആദ്യം തന്നെ HTML ഫയലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാഗിനുള്ളിൽ HTML എന്ന് കൊടുക്കുന്നു. ആംഗിൾ ബ്രാക്കറ്റ്സ് ഇട്ടു. അതിനുശേഷം ആദ്യത്തെ സെക്ഷൻ ഹെഡാണ്, ഹെഡ് എന്ന് കൊടുത്തു. ഇനി അടുത്ത നമുക്ക് ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. ടൈറ്റിൽ അവിടെ സ്കൂളിൻ്റെ നെയിമാണുള്ളത്. ഞാൻ സ്കൂളിൻ്റെ നെയിമാണ് ടൈപ്പ് ചെയ്യുന്നത്. ഹോം പേജ് എന്ന് കൊടുത്തു. /ടൈറ്റിൽ എന്ന് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഹെഡിങ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് /ഹെഡ് എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബോഡിയാണ്. ബോഡി കൊടുക്കുന്നു. ടാഗിനുള്ളിൽ ബോഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്ന H1 സ്കൂളിൻ്റെ നെയിം കൊടുത്തിട്ട് വെൽക്കംസ് യു എന്നാണ്. അപ്പോൾ H1 എന്ന് പറയുന്ന ഹെഡിങ് 1 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. H1 കൊടുത്തു. സ്കൂളിൻ്റെ നെയിം തന്നെ കൊടുക്കുന്നു. അപ്പം അത് കൊടുത്തതിന് ശേഷം നമ്മൾ H1 എന്നുള്ളത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗിൾ ബ്രാക്കറ്റ്സിനുള്ളിൽ /H1 എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ് /ബോഡി എന്ന് കൊടുക്കുക. അതിനുശേഷം /HTML. ഇത്രയാണ് നമ്മളിപ്പോൾ HTML ഫയൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കൊടുത്തു. ഇനി നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുക്കേണ്ടത് സേവ് ആസ് എന്നുള്ളതിൽ കൊടുക്കേണ്ടത് .html ഫയൽ നെയിം എന്താണോ അതിൻ്റെ കൂടെ .html എന്ന് കൊടുക്കണം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സേവ് ദ ഫയൽ ഇൻ യുവർ ഫോൾഡർ വിത്ത് ദ നെയിം സ്കൂൾ മെയിൻ .html. അപ്പോൾ ഇവിടെയുള്ള 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്തു. സേവ് ആസ് എന്നുള്ളത് എടുക്കുക. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 9 എടുത്തു. ഇവിടെ നമ്മളോട് പറഞ്ഞത് സ്കൂൾ മെയിൻ എന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ മെയിൻ എന്നുള്ളത് കൊടുക്കുന്നു. മെയിൻ .html എന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. അതൊരു HTML ഫയലാണ്. കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് .html എന്ന് കൊടുക്കുന്നത്. സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ചെയ്തു വെച്ച ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണണം. ഇതെങ്ങനെയുള്ളതെന്നൊന്ന് കാണണം. അതിനായിട്ട് ഫയൽസിൽ ഹോമിൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചത് സ്റ്റുഡൻസ് വർക്ക്സ് 9ലാണ്. അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ സ്കൂൾ മെയിൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണിപ്പം നമ്മൾ ടൈപ്പ് ചെയ്തത്. ഇവിടെ മുകളിലായിട്ട് നിങ്ങളെ സ്കൂളിൻ്റെ നെയിം എത്തിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ആകെ ടൈപ്പ് ചെയ്തത് നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം H1 എന്ന് കൊടുത്തു, വെൽക്കംസ് യു എന്ന് മാത്രമാണ് കൊടുത്തത്. ഇനി നമുക്കതിനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇമേജ് സെറ്റ് ചെയ്യണം. ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇമേജ് സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ പറയുക ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുക. ആട്രിബ്യൂട്ട്സ് ആർ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ വിത്തിൻ ദ ടാഗ് ഫോർ അഡീഷണൽ സെറ്റിങ്സ്. ദേ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഓപ്പണിംഗ് ടാഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഹെക്സാഡെസിമൽ കോഡുകളുണ്ട്. നമ്മൾ ഓരോ കളേഴ്സിനും ഓരോ കോഡുകളുണ്ട്. ആ കോഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കളേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ബോഡി BG കളർ ഈക്വൽ ടു ഈ ഒരു കോഡ് കൊടുത്താൽ ആ ഒരു കോഡിലുള്ള കളറാണ് അവിടെ കാണിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡാണിത്. ടാഗിനുള്ളിൽ ഇമേജ് SRC സോഴ്സ് എന്നാണ് ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ ആ ഫയൽ ഏതാണോ ആ പേര് കൃത്യമായിട്ട്, അത് ക്യാപിറ്റൽ ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഇൻവേർട്ടർ കോമയിലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിന് വേണ്ട ഹൈറ്റ്, എത്ര ഹൈറ്റിലും എത്ര വിഡ്ത്തിലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ആട്രിബ്യൂട്ട് തന്നിട്ടുണ്ട്. SRC, ഹൈറ്റ്, വിഡ്ത്ത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതിൻ്റെ നെയിം ഓഫ് ദ ഇമേജ് ഫയൽ എന്നെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു വെബ് പേജാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് പേജിലേക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത വെബ് പേജാണിത്. അതിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് ബോഡി എന്നുള്ളിടത്ത്, ഈ ബോഡി എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് സ്പേസ് കൊടുത്തു, BG കളർന്ന് കൊടുക്കാം. ഈക്വൽ ടു ഗ്രീൻ എന്ന് കൊടുക്കുന്നു. ഇൻവേർട്ടർ കോമയിലാണ് ഗ്രീൻ എന്ന് കൊടുക്കേണ്ടത്. ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ കൊടുത്തത് H1 വെൽക്കംസ് യു എന്നുള്ളതാണ്. അത് തന്നെ അവിടെ കൊടുക്കുന്നു, മാറ്റുന്നില്ല. ഇനി അടുത്തത്
പാരഗ്രാഫാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ നിന്നുള്ളതാണ് പി എന്നുള്ളത് കൊടുക്കുന്നത്. അവിടെ അതിൻ്റെ ഹെഡിങ് ആയിട്ട് H2 എന്ന് കൊടുക്കുന്നു. ടാഗിനുള്ളിൽ H2 വലുതാണ്. H1 എന്ന് പറയുന്ന ഏറ്റവും വലിയ ടൈറ്റിലായിട്ട് വരും. രണ്ടാമത്തത് ഒരു സബ് ഹെഡിങ് പോലെയാണ് H2 വരിക. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് അവർ സ്കൂൾ. ഇത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്യുന്നു. അവിടെ /H2 കൊടുക്കുന്നു, /P എന്നും കൊടുക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ഇനി അടുത്ത് തന്നിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. എബൌട്ട് അസ് എന്ന് കൊടുക്കുന്നു, H2 എബൌട്ട് അസ് എന്ന് കൊടുക്കുന്നു, /H2 എന്ന് കൊടുക്കുക. H3 എന്ന് കൊടുത്തു. അതിൻ്റെ അകത്തുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യാം. /H3 എന്ന് കൊടുക്കുന്നു. ഇനി അതേപോലെ തന്നെ /P എന്ന് കൊടുക്കുന്നു. അടുത്ത പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ P കൊടുത്തു. H3 എന്ന് കൊടുക്കുക. ഫുഡ് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് കൊടുക്കുന്നു. H3 എന്ന് കൊടുക്കുക. അതേപോലെ /P എന്ന് കൊടുക്കുക. ഇവിടെ P ഇമേജ് SRC എന്ന് കൊടുക്കുന്നു. ഇമേജ് സോഴ്സ് ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ ആ പിക്ചറിൻ്റെ പേര് juice.png. ഇത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഈ ഫയൽ, ഈ juice.png എന്നുള്ള ഈ ഒരു പിക്ചർ നമ്മൾ എവിടെയാണോ ഈ ഒരു പേജ് സേവ് ചെയ്യുന്നത്, ഈ ഒരു ഫയൽ എവിടെയാണോ സേവ് ചെയ്യുന്നത് ആ ഒരു ഫോൾഡറിൽ തന്നെ ഈ ഒരു പിക്ചർ ഉണ്ടാവണം. എങ്കിലും മാത്രമേ നമുക്കത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ എന്ന് പറയുന്നത് സ്കൂൾ വർക്ക്സ് 9 എന്നാണ്. അവിടെ ഇപ്പോൾ ആ ഫയലില്ല. അപ്പോൾ നമ്മൾ ആ ഫയൽ എവിടെയാണോ ഉള്ളത്, എവിടെയായിരുന്നു, സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 9 വെബ് പേജിലാണ് ഈ ഒരു ഫയൽ ഉള്ളത്. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുക്കുക. ഇതിന് ശേഷം വീണ്ടും ഹോം എടുത്തിട്ട് വീണ്ടും സ്റ്റുഡൻസ് വർക്ക്സ് 9 നമ്മളിപ്പോൾ സേവ് ചെയ്യുന്ന ഈ ഒരു ഫോൾഡറിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോൾഡറിനുള്ളിൽ ഈ ഒരു പിക്ചർ ഉണ്ടെങ്കിലാണ് നമ്മളിത് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ ഇപ്പോൾ പാത്ത് പറയാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു പിക്ചറിനെ നമ്മുടെ ആ ഒരു ഫയലിലേക്ക് ഉൾപ്പെടുത്തണം. നമ്മുടെ ആ ഒരു ഫയലിലേക്ക് ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. juice.png എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ ഹൈറ്റ് കൊടുക്കുകയാണ്. ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ 400 സ്പേസ് ഇട്ടിട്ട് വിഡ്ത്ത് എന്ന് കൊടുക്കുക. ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ 200 എന്ന് കൊടുത്തു. ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു. ടാഗ് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ടാഗിനുള്ളിൽ /P എന്ന് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫാണ് P എന്ന് കൊടുക്കുക. ജോയിൻ അവർ. ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു /P കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു Pയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്തത് നമ്മൾ കൊടുക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈയിങ് സ്റ്റാൾസ്. അപ്പം നമ്മുടെ ഈ ഒരു HTML ഫയലിൽ തന്നത് കൃത്യമായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അപ്പം മുമ്പ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ main.html എന്ന് പറഞ്ഞ് സ്കൂൾ വർക്ക്സ് 9 സേവ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചേഞ്ചസ് വന്നാൽ മതി. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സേവ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ അവിടേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗൂഗിൾ ക്രോം ഫയലൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലാണ്, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫയലാണ്. ഇവിടെ നമ്മൾ ആ ചേഞ്ചസ് വരുത്തിയത് ഒന്ന് റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങളെ കീബോർഡിൽ F5 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുകളിലായിട്ട് റീലോഡ് ദിസ് പേജ് എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾ കൊടുത്തതുപോലെ ഗ്രീൻ കളറിൽ നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്തതൊക്കെ ആയിട്ട് അതേപോലെ തന്നെ പിക്ചറൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് H1 എന്നുള്ള ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇത് H2, ഇതും H2 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കൊടുത്ത ഈ ഒരു കോഡിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. അപ്പോൾ ഇവിടെ ഹൈറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി നോക്കാം. 300 കൊടുത്തു നോക്കാം. അപ്പോൾ എന്ത് ചേഞ്ചസാണ്? ചേഞ്ചസ് ഒരു ചെറിയ ചേഞ്ചസ് വരുത്തി. അപ്പം ഇവിടെ ഒരു 400 കൊടുക്കുന്നു. ഒരു ചെറിയ ചേഞ്ചസ് വരുത്തി ആ ചേഞ്ചസ് നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി അതിവിടേക്ക് വരണമെങ്കിൽ ജസ്റ്റ് റീലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ ആ വിഡ്ത്തും ഹൈറ്റും മാറുന്നത് കാണാം. നമുക്ക് പഴയതിലേക്ക് തന്നെ പോകാൻ ഒന്ന് സേവ് ചെയ്യുന്നു, പഴയതിലേക്ക് തന്നെ ആക്കുന്നു. 400ഉം 200ഉം ആയിരുന്നു, ആ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്
ഇതുപോലെ തന്നെയുള്ള ഒരു വെബ് പേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അതിൻ്റെ അകത്തെ കോണ്ടൻറ്റ് അട്രാക്റ്റീവ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫോണ്ട് യൂസ് ചെയ്യുന്നു. ഫോണ്ട് ഫേസ് നമ്മൾ ഫോണ്ട് എടുത്തിട്ട് ഓരോ ഫോണ്ട് ഏതൊക്കെ ഉബുണ്ടു അല്ലെങ്കിൽ ഏരിയൽ എന്നൊക്കെയുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നു. ഫോണ്ട് കളർ മാറ്റുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു വെബ് പേജിൽ എല്ലാ ഫോണ്ടും ഒരേ സൈസിലും അതേപോലെ ഒരേ കളർ ബ്ലാക്ക് കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ഓരോ കളേഴ്സായിട്ട് അതിന് കൊടുക്കാം. സൈസും ചേഞ്ച് ചെയ്യാം. BR എന്ന് പറയുന്നത് ബ്രേക്ക് എന്നുള്ളതാണ്. ഒരു ലൈന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് BR എന്ന് പറയുന്നത്. അതേപോലെ ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് B എന്ന് പറയുന്ന ടാഗ്. ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് I എന്ന് പറയുന്ന ടാഗ്. U എന്ന് പറയുന്നത് അണ്ടർലൈനാണ്. അപ്പോൾ നമുക്കിതെല്ലാം വെച്ചിട്ട് ഒന്നും കൂടി മാറ്റം വരുത്തി ഈ ഒരു ടേബിൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ടേബിൾ കൊടുക്കുകയാണ്. അപ്പോൾ ടേബിൾ കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഈ ടേബിൾ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗാണ്. അതിനുള്ളിലാണ് നമ്മൾ ടേബിൾ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം 3 കോളംസും 4 റോസും ഉള്ളൊരു ടേബിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ടേബിളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒന്ന് നോക്കാം. അപ്പോൾ ഇത് തന്നെ കൊടുക്കുന്നു ഇവിടെ. അടുത്തത് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ടേബിൾ ബോർഡർ 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. ടാഗ് ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്നത് അതിനൊരു ഹെഡിങ് ആണ്. ആ ടേബിളിനൊരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ക്യാപ്ഷൻ. അപ്പോൾ ആ ക്യാപ്ഷൻ എന്ത് കളറിലാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുന്നു. ഫോണ്ട് കളർ ടാഗിനുള്ളിലാണ്. ഫോണ്ട് കളർ ഈക്വൽ ടു ഇൻവെർട്ടർ കോമയിൽ ബ്ലൂ എന്ന് കൊടുക്കുക. ഇനി അത് ഏത് ഫോണ്ടാന്നുള്ളത് കൊടുക്കുന്നു. അതിന് ഫേസ് എന്ന് കൊടുത്തു. ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഫേസ് എന്ന് കൊടുക്കേണ്ടത്. ഈക്വൽ ടു ആ ഫോണ്ട് ഏതാണോ അത് എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ കൊടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്, അങ്ങനെ തന്നെ കൊടുക്കുക. കോമിക് സയൻസ് എന്ന് കൊടുത്തു. ഇവിടെ MS രണ്ടും ക്യാപിറ്റലാണ്. ഇനി ഒരു സ്പേസ് ഇട്ടിട്ട് എത്ര സൈസ് വേണമെന്നുള്ളത് കൊടുക്കുന്നു. ഈക്വൽ ടു 5 കൊടുക്കുക. ആ ടാഗ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഹെഡിങ് എന്താണോ അതവിടെ ടൈപ്പ് ചെയ്യാം. പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്നാണ് അവിടെ ഹെഡിങ് കൊടുക്കേണ്ടത്. അതവിടെ കൊടുക്കുന്നു. ഇനി നമ്മൾ ടാഗിനുള്ളിൽ /ഫോണ്ട്, അതിനുശേഷം /ക്യാപ്ഷൻ എന്ന് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഒരു റോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് TR എന്ന് കൊടുക്കുക. TR എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ TR എന്ന് കൊടുക്കുന്നത് നെക്സ്റ്റ് ഒരു റോ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇനി നമ്മളവിടെ കൊടുക്കുന്ന കോഡ് TH എന്നുള്ളതാണ്. ടേബിൾ ഹെഡറാണ്. ഹെഡറായിട്ട് വരേണ്ട ഐറ്റം ആണ്. അപ്പോൾ ഐറ്റം എന്ന് കൊടുക്കുക. ആദ്യത്തെ ഹെഡിങ് ഐറ്റം എന്ന് കൊടുത്തു. /TH എന്ന് കൊടുക്കുക. ഇനി അടുത്ത കോളാണ്. അവിടെ വീണ്ടും TH എന്ന് കൊടുത്തു. അവിടെ വരേണ്ടത് ഡിസ്ക്രിപ്ഷനാണ്. അവിടെ /TH. ആ ഒരു ഹെഡിങ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കോളത്തിൽ വരേണ്ട ഹെഡിങ് ആണ്. TH കൊടുത്തു. അവിടെ പ്രൈസ്. നിങ്ങൾക്ക് എത്ര ഹെഡിങ് വേണോ അതൊക്കെ നമുക്ക് TH എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് /TH എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയും കോളംസാണ് അവിടെ ഉള്ളത്. നിങ്ങൾ നോക്കിയാൽ കാണാം ഇത്രയും കോളംസാണ് ഹെഡിങ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഈ 3 ഹെഡിങ് വന്നു. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് റോ ആണ്. അപ്പോൾ ഈ റോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് /TR എന്ന് കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് റോ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് TR എന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും TD. നെക്സ്റ്റ് സെല്ലാണ്. നമുക്ക് ഹെഡിങ് അല്ല, സാധാ ഒരു സെല്ലിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് TD എന്നാണ് കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ ജാക്ക് ഫ്രൂട്ട് ജാം എന്ന് കൊടുക്കുന്നു. /TD എന്ന് കൊടുക്കുക. ഇനി അടുത്തത് TD എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കോളത്തിലായിട്ട് വരണം 100 grams. /TD എന്ന് കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് കോളത്തിലായിട്ട് TD എന്ന് കൊടുക്കുന്നു. ₹100 എന്ന് കൊടുക്കുക. ഇവിടെ /TD എന്ന് കൊടുക്കുക. ഇവിടെ ഒരു റോ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് റോയിലേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് /TR കൊടുക്കുന്നു. ഇനി അടുത്ത റോയിലാണ് അടുത്തത് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുന്നു. TR എന്ന് കൊടുക്കുക. ഇനി ഇവിടെ കൊടുക്കേണ്ടത് TD മാംഗോ സ്ക്വാഷ്. വേണമെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. Ctrl+C കൊടുത്തു. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഉള്ളത് മാത്രം നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. മാംഗോ സ്ക്വാഷ് എന്ന് കൊടുത്തു. ഇവിടെ 100 grams എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ₹100. ഇവിടെ 150 ആണ്. ഇനി ഇവിടെ ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടൊന്ന് കോപ്പി ആക്കുന്നു. ഇവിടെ കൊടുക്കുന്നു ഒന്നും കൂടി. പിന്നെ ഇവിടെ നമ്മൾ
നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാപ്പിയോക്ക എന്ന് കൊടുക്കുന്നു, 500 grams കൊടുക്കുന്നു. ഇവിടെ ₹100 എന്ന് കൊടുക്കുക, /tr. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് /table എന്നുള്ളതാണ്. അത് കൊടുത്തു, ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം /p എന്ന് കൊടുക്കുക, /p എന്ന് കൊടുക്കുന്നു. ഇത്രയും ചേഞ്ചസ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് വരുത്തിയത്. നമുക്കിതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ വരുത്തിയ ചേഞ്ചസ് സേവ് ആവാൻ വേണ്ടിയിട്ട് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു. അവിടെ ജസ്റ്റ് റീലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ താഴെയായിട്ട് ഈ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളിന് കൊടുത്ത ഹെഡിങ് മുകളിലായിട്ട് വന്നു. TH എന്ന് പറഞ്ഞ് കൊടുത്തത് ഹെഡിങ്, ഓരോ റോയുടെയും ഹെഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് TD എന്ന് പറഞ്ഞ് കൊടുത്തത് സാധാ രീതിയിൽ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് ഒരു വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കമാൻഡാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വീഡിയോ കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടേക്ക് പോന്നു. /p കൊടുത്തിടത്ത് നമ്മൾ അടുത്തത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കമാൻഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതൊന്ന് കൊടുക്കാം. വീഡിയോ എന്നുള്ളത് കൊടുക്കുന്നു. വീഡിയോ ഈക്വൽ ടു വിഡ്ത്ത്, വീഡിയോ വിഡ്ത്ത് ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ 320, ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു, ഒരു സ്പേസ്, അതിനുശേഷം ഹൈറ്റ് ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ 240, ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു, സ്പേസിൽ കൺട്രോൾസ് കൊടുക്കുക, ടാഗ് ക്ലോസ് ചെയ്തു. ഇനി സോഴ്സ് SRC, അതിൻ്റെ സോഴ്സ് കൊടുക്കുകയാണ്. സോഴ്സ് SRC എന്ന് കൊടുത്തു, ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ video.mp4, video.mp4 എന്ന് കൊടുത്തു. ഇൻവേർട്ടർ കോമ ടൈപ്പ് എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു വീഡിയോ ഇൻവേർട്ടർ കോമയിൽ video/mp4, ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു, ടാഗും ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ /video എന്ന് കൊടുക്കുന്നു, /video എന്ന് കൊടുക്കുക. ഇവിടെ /video എന്ന് കൊടുക്കുന്നു. നമുക്കൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒന്ന് റീലോഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലേ ചെയ്യാൻ നോക്കിയിട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നേരത്തെ ഇമേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു ഇമേജ് കൊടുക്കുമ്പം നമ്മൾ എവിടെയാണോ ഈ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ആ പിക്ചർ കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വീഡിയോ എവിടെയാണോ ഉള്ളത് നമ്മൾ സേവ് ചെയ്യുന്ന ആ ഫോൾഡറിലേക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പം ഫയൽസ് എടുക്കുക. അവിടെ ഹോമിൽ സ്കൂൾ റിസോഴ്സിലാണ് വീഡിയോ ഉള്ളത്. സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 9 വെബ് പേജ് എന്നുള്ളിടത്ത് ഇവിടെ fruits.mp4 എന്നാണ് ഈ വീഡിയോയുടെ പേര് വരുന്നത്. അപ്പം നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുക്കുക. അതിനുശേഷം ഹോം എടുത്തു, വീണ്ടും സ്റ്റുഡൻസ് വർക്ക്സ് 9 എടുക്കുക. ഇവിടെയാണ് നമ്മുടെ ഫയൽ സേവ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പേര് fruits.mp4 എന്നാണ് ഉള്ളത്. അപ്പോൾ ആ നെയിമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട നെയിം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പേരാണ്, fruits.mp4 എന്ന് കൊടുക്കുക. F ക്യാപിറ്റലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക, fruits.mp4 എന്ന് കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടി ഇത് സേവ് ചെയ്യാം. ഒന്നും കൂടി ഇവിടെ ഗൂഗിൾ ക്രോം എടുത്തിട്ടൊന്ന് റീലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് പ്ലേ കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നുണ്ട്. ഫുൾ ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ അത് ചെറുതായിട്ട് വന്നോളും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.